അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാല് തിളപ്പിക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് അടുക്കി പിടിക്കും. അങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുന്നത്. ഇനി പാലൊന്ന് തിളച്ച് വരണം. അപ്പൊ പാൽ ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പൊ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല മധുരമാണ്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 4-5 ഒക്കെ തല്ലി ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് പാൽപ്പൊടിയാണ്. അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ കിട്ടുന്നത് ഈ പാൽപ്പൊടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പാൽപ്പൊടിയും കൂടെ പാൽപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കട്ടകളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആ കട്ടകളെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കും തോറും കട്ടകളെല്ലാം അങ്ങ് മെൽറ്റായി വരും. ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മെൽറ്റായി കിട്ടുള്ളൂ. ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ്. സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെക്കുക. എന്നിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹോളുള്ള അരിപ്പി കൂടി അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, ഇതിന്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാവൂ. എന്നാൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ. ഇതിന്റെ ചൂടൊക്കെ മാറിയ ശേഷം 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇടുമ്പോൾ തന്നെ അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. നല്ല തണുപ്പ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ സ്വീറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്